കിഷോറേ, എന്ത് നിപ്പാടാ നിക്കണത്? മണി 8 ഇതാ ചോറ് മുഴുവൻ ഉണ്ണണം. മോളത്തെ തട്ടില് മീൻകറിയാ, മറിഞ്ഞു പോവാണ്ട് നോക്കുക. കോഴിമുട്ട പുഴുങ്ങിയതോ? ഓ, അത് ചോറിനകത്ത് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. ഒരുക്കം കണ്ടാ തോന്നും കളക്ടർ ഉദ്യോഗത്തിനെ പോണേന്ന്. എന്തായാലും നിങ്ങളെ പോലെ മരപ്പൊടിയും വേർപ്പോവാത്ത ജോലിയല്ലേ. എടേ, ഇവൻ ഒരു മാസം എസ്റ്റിഡി ബൂത്തി ചെന്നിരുന്ന കിട്ടുന്ന കാശ് 2 ദിവസം കൊണ്ട് ഞാൻ ആ മരപ്പൊടിന്ന് ഉണ്ടാക്കും. എന്തായാലും പണി ആശാരിപ്പണി തന്നെയാണല്ലോ. നീ വൈകിന്റെ ചക്ക, ഡാഡി ഇനി ഇതുമ്മ പിടിച്ച് കയറിക്കോളൂ. ടാറ്റാ മമ്മി. ബൈ ബൈ. അതെന്തിനാ എടുത്തു വെക്കണേ? കുഞ്ഞൂട്ടേട്ടനാ. ഇത് മുഴുവനോ? കാലത്ത് വയറ് നിറച്ച് കഴിച്ചില്ലെങ്കിലേ മൂപ്പർക്കൊരു പരവേശ. അപ്പൊ മണിയേട്ടിന് ഞാൻ എന്തെടുത്ത് കൊടുക്കും? അമ്മ എനിക്ക് ഇഡ്ലി. എനിക്കും. നിന്റെ പാത്രത്തിലുള്ളത് തീർന്നിട്ടില്ലല്ലോ. തീരുമ്പോഴത്തേക്കാ. വിലാസിനെ ആളിന് എണീക്കാൻ ലേറ്റ് ആയോ? വിലാസ്, ചായ എടുത്തോ. പാൽ ഇച്ചിരി കൂടിപ്പോയോന്നൊരു സംശയം. സാരില്ല, പാലല്ലേ. എന്തൊക്കെയാ കുഞ്ഞുകുട്ടന്റെ പരിപാടി? ആദ്യം എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ ഒരു കുളി, പിന്നെ ഭക്ഷണം കഴിഞ്ഞ് ഇവിടെ സ്കൂൾ വരെ ഒന്ന് പോണം. കുട്ടികളെ ഇവിടെ തന്നെ ചേർക്കാൻ പറ്റുമോ നോക്കണേ. തിരിച്ചു വന്ന് ഊണ് കഴിച്ച് സുഖമായിട്ടൊരു ഉറക്കം. എന്തേ? അത് ഇന്നത്തെ പരിപാടി. ചോദിച്ചത് അതല്ല. അല്ല, ഞങ്ങൾ ഇനി എന്നും ഇവിടെ തന്നെ കാണുവേ. സ്വന്തം ഭാര്യ വീടിന്ന് കുളിച്ചുകൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞാ അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അളിയ. ആ സുഖം ഇനി ഇവിടെ നടപ്പില്ല അളിയ. അധ്വാനിച്ച് സ്വന്തം കുടുംബം നോക്കാൻ പറ്റാത്ത ഒരു കല്യാണം കഴിക്കാൻ പാടില്ല, മനസ്സിലായ? ആ വർത്താനം പറയരുത്. അളിയനേക്കാൾ മുമ്പ് ഉളിയും കൊട്ടോടും കണ്ടോനാണ് ഞാൻ. വേണി ബേപ്പൂർ ചെന്ന് അന്വേഷിച്ചോക്കെ കുഞ്ഞോട്ടിന് ആരാന്ന്. അതിനെന്തിനാ ബേപ്പൂർ വരെ പോണേ? ചെരുപ്പ് കിടക്കാരൻ ജോർജിന്റെ മേശ പണിത് ആരാ? അതെങ്ങനെ പട്ടിക്കൂടായത്? ഗൾഫുകാരൻ സുബൈറിന്റെ ഉമ്മയ്ക്ക് കട്ടിലുണ്ടാക്കിയിട്ട് ആദ്യത്തെ കിടപ്പിൽ തന്നെ കട്ടിലൊടിഞ്ഞ് ആ തള്ള കിടപ്പിലായില്ലേ? അലമാരി പണിത കോഴിക്കോട്, കോഴിക്കോട് പണിത എലിപ്പെട്ടി. എന്ത് പറഞ്ഞാലും ഒരു ബേപ്പൂര്. ഇനി ബേപ്പൂര് എന്ന് പറഞ്ഞാൽ ആ ബേപ്പൂര് ഞാൻ കത്തി. ബേപ്പൂരിനെ പറ്റി പറയാനല്ലോ, ബേപ്പൂരിന്റെ ചോറ. ബേപ്പൂർ നിന്റെ ചോറ് ഞാൻ ശരിയാക്കി. അമ്മേ, നീ അച്ഛനും മാമനും തല്ലോടി കളിക്കുന്നേ. നീ എന്റെ നേരെ കയ്യല്ലാണ്, ഞാൻ കാലോങ്ങും. മനസ്സിലായില്ല. ഇവൾ കിട്ടാൻ 2 കൊടുക്കണ്ടേ? അമ്മേ, ഞാൻ പറഞ്ഞതാ ഇവന്റെ കൂടെ പോവരുത്. എന്താണ് 2 പിള്ളേരായില്ലേ? എന്ത് പ്രശ്നം നമുക്ക് പറഞ്ഞു തീർക്കാം. നീ എന്റെ നേരെ കയ്യോ കാണിക്കുന്നേ? അയാൾക്ക് വിവരമില്ലാതായി വിട്ടി. എല്ലാവർക്കും മണികണ്ഠൻ ചേട്ടനെ പോലെ വിവരം ഉണ്ടാവോ? ഇയാളിത് ഇന്നും ഒരു മിനിറ്റ്, ഒന്ന് ശാന്തനാവൂ. എന്താണ് ഇന്നലെ പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഞങ്ങളുടെ കൂടെ കുഞ്ഞുകൂട്ടേട്ടനെ കൂട്ടാനുള്ള പദ്ധതി ഒപ്പിച്ചു വരികയല്ലേ ഞാൻ. അതിനിടയിൽ ഒരു മിനിറ്റ് ശാന്തനാകും. അവിടെ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതിനിങ്ങനെ തല്ലുകൂടുകയാണ് വേണ്ടത്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥാ. പൂന്താനം പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഒരാള് ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവരെ പെരുമാറണമെന്ന് നിർബന്ധം പഠിക്കാൻ പറ്റുമോ? അല്ല, അതുകൊണ്ടൊരു കോംപ്രമൈസ്. നാളെ മുതൽ കുഞ്ഞുകൂട്ടേട്ടനും നമ്മുടെ കൂടെ പണിക്ക് വരുന്നു. അയ്യോ, മിണ്ടരുത്. നമ്മളെ കൊന്നല്ലേ മണികണ്ഠൻ ചേട്ടാ? ഞാനില്ലേ കൂടെ? ഓക്കെ, 1 2 3. അളിയോ, ഈ കട്ടിലപ്പടി നീളം ചേരുന്നില്ലല്ലോ. അളവ് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആയിരുന്നല്ലോ. എവിടെ? പടിക്കും ചേരുന്നില്ല, കാലിലും ചേരുന്നില്ല. അയ്യോ, ഇതെന്തിനാ മുറിച്ചേ? താഴത്തെ പടിക്ക് നീളം പോരെ? താഴത്തെ മുകളിലെയും പണി കഴിച്ചു വെച്ചതല്ലേ, ഇത് സൈഡിലേക്കുള്ളതല്ലേ? എന്നാ പിന്നെ അത് എന്നോട് പറയണ്ടേ? പ്രേമ അളന്നു വെച്ച കട്ട്ല 2 കഷ്ണാക്കി. സംശയമുണ്ട്, ആരെങ്കിലും ചോദിച്ചൂടെ കുഞ്ഞുട്ടേട്ടാ? എനിക്ക് സംശയമില്ലല്ലോ, ഇത് താഴത്തെ പടിയാണെന്നല്ലേ എന്റെ ധാരണ. ഉടമസ്ഥം വരുമ്പോ ഞാൻ എന്താ പറയാ എന്റെ ഭഗവാനെ? അല്ലയോ, ഞങ്ങള് ബേപ്പൂരി ഉരുവിന്റെ പണിയെടുക്കുമ്പോ അടിപ്പരത്താനുള്ള പലകല്ലേ? ബേപ്പൂരിനെ പറ്റി ഒരു അക്ഷരം മിണ്ടിയാലല്ലോ, എന്നിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. കുഞ്ഞുട്ടേട്ടാ, ഇങ്ങോട്ട് വന്നേ. ഇങ്ങ് വാ. പോയി 4 ചായ വാങ്ങിച്ചോണ്ട് വാ. ഒന്ന് പഞ്ചാര ഇടാതെ. അലിയനല്ലേ? മനസ്സിലായി. നിന്നെ ഞാൻ നീ ഒറ്റ ഈ ഇതൊക്കെ ഇന്നലെ വാങ്ങിയതാ. ഈ പഴയതിലും കുറച്ച് നല്ലതിരിപ്പുണ്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. കോണി എവിടെ? കോണി ദാ അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ, എടുത്തോളൂ. ഓ, വൃന്ദാവനവും നന്ദകുന്നും കത്രീന ചേർത്തി എന്തൊക്കെയുണ്ട് അറിയോ? അറിയാതെ പിന്നെ. വൃന്ദാവനവും നന്ദകുമാരനും വ്യാപതു കൽബതും കൽബതല്ലോ. മക്കള് ചായ കുടിച്ചോ? ചായക്കുള്ള നേരെ ആവണല്ലേ ഉള്ളൂ ചേട്ടത്തി. അവിടെ പണി നടക്കണ്ടല്ലോ, അവിടെ കൊണ്ടുവരും.
അപ്പൊ ഞങ്ങൾ കുടിച്ചോളാം. അത് മര്യാദയാണോ? ഇവിടെ വന്നാ ഇവിടെ നിന്ന് തന്നെ ചായ കുടിക്കണം. എന്നാ കുറച്ച് കഴിയട്ടെ. നമസ്കാരം. അപ്പൊ ചായയാണോ കാപ്പിയാണോ മക്കൾക്ക് ഇഷ്ടം? അയ്യോ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും വേണ്ട. എന്നൊന്നും പറഞ്ഞാ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് കുടിച്ചേ പറ്റൂ. ചായയോ കാപ്പിയോ? എന്നാ പിന്നൊരു ചായ ആയിക്കോട്ടെ. ആ, കാപ്പിക്ക് മധുരടാലോ. ഇഷ്ടം പോലെ ഇട്ടോളൂ. ആ, കണ്ടോടാ എന്ത് മര്യാദയുള്ള സ്ത്രീ. മണികണ്ഠൻ ചേട്ടനെ ശരിക്കും മനസ്സിലായിട്ടില്ല, വേറെ ആളാണെന്ന് വിചാരിച്ചിട്ടാ. അസൂയ വേണ്ട, ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പെരുമാറ്റം പോലെ ഇരിക്കും. ഞാൻ എത്ര കൊല്ലം മുമ്പ് കണ്ടതാ ഇവരെ, എന്നിട്ട് ആ സ്നേഹം കാണുമ്പോ സത്യത്തിൽ എന്റെ കണ്ണൊക്കെ നമുക്ക് പിന്നെ നിറയ്ക്കാം. പണി അയ്യോ. പിടി പിടി പിടി. എന്നാ പണിയായി കാണിക്കുന്നേ? അരി തിളച്ചു വരുന്നതേ ഉള്ളു. തിളച്ചത് തന്നെയാ വേണ്ടത്. ഞാൻ അങ്ങോട്ട് കേറി വരണോ പ്രേമ? ഇങ്ങോട്ടോ? വേണ്ട, പുറത്തുള്ള പഴയതിലെ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങെടുത്തോ. ആ വൃന്ദാവനവും ചിന്ത ഭഗവാനെ ഇത്ര വേഗം ചായ ആയാ? ആയി, ഇന്നാ കുടിച്ചോ. പ്രേമ, ഈ തള്ളക്ക് വട്ടാടാ, ഓടിക്കോ. അടബോ, ഓ, ഓടിക്കടാ. ഏത് നേരത്താ ചായ വേണമെന്ന് പറഞ്ഞത് എന്റെ ഈശ്വര. ഹലോ, അതെ, എന്താ ഗോപാലേട്ടാ, ഞാനത് മറക്കോ? നിങ്ങൾ മരെടുത്തോളൂ. ഇല്ലില്ല, ഇനി അധികം ദിവസം ഇവിടെ വേണ്ട. ഫസ്റ്റ് ഫ്ലോറിനുള്ളതൊക്കെ ഏകദേശം ആയി. ഇത് തീർന്ന നേരെ അങ്ങോട്ടാ. പിന്നെ പ്രേമേന്ദ്രൻ ഇല്ലാണ്ടിരിക്കോ? ഓക്കെ ഓക്കെ ഓക്കെ, വരുമ്പോ എല്ലാ പണിയും കൂടി ഒരുമിച്ചാവും. അയ്യോ നിർത്ത്, ചിന്തേറിട്ട് തടി മുഴുവൻ തേഞ്ഞു പോയല്ലോ. ചെയ്യുന്ന പണി പിന്നെ വെടുപ്പാക്കണ്ടേ? ആ ഇടത്തോളം വെടിപ്പൊക്കെ മതി. നീ ചെന്ന് ഇവനിപ്പോ എന്ത് പണിയാ കൊടുക്ക? ആ ജനലിന്റെ കമ്പി തുളച്ച അതിങ്ങോട്ട് തന്നെ. ചെല്ല്. കമ്പി തുളപ്പിക്കല്ല മണിയുണ്ട് ചേട്ടാ. പുള്ളിക്കാരൻ ഇന്നലെ തുളച്ച ജനലുകൾ ആ മാറ്റി വെച്ചിരിക്കുന്നത്, ഒരൊറ്റ കമ്പി കയറുന്നില്ല. അതെ, ഈ കോളേജ് പ്രൊഫസർമാർ 1ാം ക്ലാസ് പഠിപ്പിക്കാൻ പറ്റാ ചില അക്ഷരങ്ങളൊക്കെ തെറ്റിന്ന് വരും. ഉരു കണ്ടുണ്ടോ? ഉരുവിന്റെ ബേപ്പൂരിന്റെ കഥ ഇനി പറഞ്ഞ കുഞ്ഞുട്ടേട്ടന്റെ കഴുത്തിന് ഞാൻ ഉള്ളിയാ കയറ്റും. ഞാനോട് ഈശ്വരനെ ഓർത്ത് കുഞ്ഞുട്ടൻ എനിക്കൊരു സഹായം ചെയ്യണം. ഇനി മുതൽ നീ ഒരു പണിയും ചെയ്യണ്ട. കാലത്ത് വന്ന് തണലിൽ എവിടെയെങ്കിലും ചെന്നിരിക്കുക. വൈകുന്നേരം ആകുമ്പോ കൂലി ഞാൻ തന്നോളാം. ഭാഷ മനസ്സിലാവുണ്ടല്ലോ. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ കൂല. പ്രേമ, ഞാൻ പോണി, എന്നെ തടുക്കരുത്. ഇയാളെ പെങ്ങളും കുട്ടികളും വഴിയാതാരായാലും വേണ്ടില്ല. കുഞ്ഞുട്ടനാശാരി ആരാന്ന് കാണിച്ചു കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. എല്ലാവരും കൂടുതലായിട്ട് പറയാണ് ഗുഡ് ബൈ. ആഹാ, തിരിച്ചു വിളിക്കാൻ ഇപ്പൊ വിളിക്കണം. ഈ പടി കടന്നാ പിന്നെ എന്നെ കിട്ടൂല. പടി വേഗം കടക്കടാ. പിടി. ഈശ്വര.